എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന പരിപാടി എന്ന് പറയുന്നത് ഈ ഒരു ഓസ്കാർ ടാങ്കിൻ്റെ ഫിഷിൻ്റെ ഈ ഒരു ടാങ്കിൽ നമ്മൾ ഇവിടെ ഒരു ഫിൽറ്റർ വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഫിൽറ്റർ കുറച്ചൊന്നൊരു നാച്ചുറലായിട്ട് അടിപൊളിയായിട്ട് ഒരു ഫൗണ്ടെയിൻ പോലെ സെറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള കല്ലും കാര്യങ്ങളൊക്കെ ഞാൻ കടലിൻ്റെ സൈഡിൽ നിന്ന് പറക്കി കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഇനി അടുത്ത പരിപാടി എന്ന് പറയുന്നത് നമ്മുടെ ഈ രണ്ട് ഓസ്കാറിനെയും ഇതിൽ നിന്ന് പിടിച്ചൊന്ന് മാറ്റിയിടണം. അല്ലാന്നുണ്ടെങ്കിൽ ഈ സിമൻറ്റ് കാര്യങ്ങളൊക്കെ ഇതിനകത്തേക്ക് വീണ് കഴിഞ്ഞാൽ അവർക്കത് പ്രശ്നമാവും. അപ്പോൾ അതുകൊണ്ട് അവരെ ഒന്ന് ആദ്യം നമുക്ക് പിടിച്ച് മാറ്റണം. ഞാൻ ഈ ഒരു ബക്കറ്റ് മൊത്തത്തെ ഇതിലേക്ക് ഇറക്കിയിട്ട് അവരെ അതിനുള്ളിൽ കയറ്റി പിടിക്കാനായിട്ടാണ്. കാരണം കൈ കൊണ്ടൊന്നും പിടിച്ചാൽ അതിന് അധികം സ്ട്രെസ്സ് വരരുതല്ലോ, അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇച്ചിരി പാടായിരിക്കും ചിലപ്പോൾ ഇവന്മാരെ പിടിക്കാൻ, എന്നാലും നോക്കാം. പാടാ കുട്ടന്മാരെ, വാ, കമോൺ കമോൺ. യെസ്, രണ്ടുപേരും കണ്ടോ? അയ്യോ, ഒരാൾ തപ്പിപ്പോയി. അച്ചോടാ, നമുക്ക് രണ്ടുപേരെ ഒരുമിച്ച് തന്നെ എടുക്കാം. ഇവർക്ക് സ്ട്രെസ്സ് വന്നു കഴിഞ്ഞാൽ ഇവരിങ്ങനെ മലർന്നങ്ങ് കിടക്കും. നമുക്കധികം അതുകൊണ്ട് അവരെ ഇതാക്കാൻ പറ്റത്തില്ല. ഓക്കെ, കമോൺ. ഓക്കെ, രണ്ടുപേരെയും കയറിയിട്ടുണ്ട്. അയ്യോ, ചാടിപ്പോയി. ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ. അവൻ എന്തായാലും നമുക്ക് രണ്ടുപേരെയും പിടിച്ചേ പറ്റുള്ളൂ. അപ്പം അതൊക്കെ നമുക്ക് കൂടുതൽ സ്ട്രെസ്സ് കൊടുക്കാതെ വേണം പിടിക്കാൻ. അയ്യോ, എൻ്റെ കൈ. അവരതായി പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് ഒരു ചാടിപ്പോതിരിക്കാനായിട്ട് നമുക്ക് ഈ ഒരു ഗ്രില്ല് വെച്ചൊന്ന് അടച്ചു കൊടുക്കാം. ഓമാരിപ്പോൾ അതൊക്കെ റെഡി ആയിക്കോളൂ. ഇപ്പം ഞാനത് ഇവരെ ഇങ്ങോട്ടേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഇനിയിപ്പോൾ മുകളിലൊരു തുണിയും കൂടെ ഒന്ന് ഇട്ട് കൊടുക്കണം. അപ്പോൾ അവർക്കൊരു സ്ട്രെസ്സ് ഫീൽ ചെയ്യും കുറച്ച് നേരത്തേക്ക്. അപ്പോൾ ഇവിടെ ഈ ഒരു സൈഡിലാണ് കേട്ടോ ഫൗണ്ടെയിൻ സെറ്റ് ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ഇനി അതിൻ്റെ ചെറിയ ചെറിയ മേക്കിംഗ് വീഡിയോസൊക്കെ ആയിട്ട് നമുക്കതൊന്ന് എങ്ങനെയാണെന്നുള്ളത് നോക്കാം. ജസ്റ്റ് ഒരു സ്കെൽറ്റൻ പോലെ ചെയ്തിട്ടുണ്ട്. ഒരു ബേസ് എങ്ങനെ വേണമെന്നുള്ളൊരു ഐഡിയയിൽ നമ്മൾ വെച്ച് നോക്കിയിട്ട് ഇനി സിമൻറ്റ് വെച്ചിട്ടാണ് കേട്ടോ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ ഇനി ബാക്കി സിമൻറ്റ് കൂട്ടിയിട്ട് ഇതെല്ലാം ഒന്ന് ഫിക്സ് ചെയ്യും. ഇപ്പോൾ ഇങ്ങനെ ആക്കിയിട്ടുണ്ട്. ഇത് കുറച്ചും കൂടെ ഹൈറ്റിൽ വരണം. ഒരു സ്റ്റെപ്പ് പോലെ ഇതിലൂടെ വെള്ളം ഒഴുകി ഇറങ്ങുന്ന രീതിയിലാണ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നത്. എങ്ങനെ റെഡിയായി വരുമോ അറിയത്തില്ല. എന്തായാലും ഫൈനലായിട്ടുള്ള കാര്യം ഞാൻ കാണിക്കാം. അപ്പോൾ ഈ ഒരു രീതിയിൽ റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് വെച്ച് നോക്കിയതാണ്. ഇനി ഇതൊക്കെ ഒന്ന് ഫിക്സ് ചെയ്യണം. ഇനി ഈ സിമെൻറ്റൊക്കെ ഒന്ന് സെറ്റായിട്ട് ഉണങ്ങിയ ശേഷം വെള്ളമൊക്കെ ഒഴിച്ച് നോക്കണം എവിടെയെങ്കിലും ലീക്ക് ഉണ്ടോയെന്ന്. ഗ്യാപ്പുകളൊക്കെ ഞാനൊരുവിധം എല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നാളെ ഗ്രൗട്ട് കലക്കി ഒന്നും കൂടെ ഒന്ന് ഫുള്ളൊന്ന് കവർ ചെയ്ത് കൊടുക്കേണ്ടതുണ്ട്. അങ്ങനെ നമ്മുടെ ഈ ഒരു ചെറിയ ഫിൽറ്റർ സിസ്റ്റം ഈ ഒരു റണ്ണിങ് ആയിട്ടുണ്ട്. അപ്പോൾ അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ ഓസ്കാർ ഫിഷ് രണ്ടും ചത്തുപോയി. ഒരു ദിവസം കറണ്ട് ഇല്ലാതെ കിടന്നു. അപ്പോൾ ഞാൻ വേറൊരു ചെറിയ ടാങ്കിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതിൽ ഫിൽറ്റർ ഓഫായിപ്പോയി. അതിൻ്റെ ആ ഒരു എയറേഷനും സ്റ്റോപ്പ് ആയപ്പോഴേക്ക് ഫിഷ് ചത്തുപോയി. അപ്പോൾ ഈ ഒരു സിസ്റ്റം ചെയ്തത് എങ്ങനെയാണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായല്ലോ. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഞാൻ അതിൻ്റെ സൈഡിലൊക്കെ കുറേ മണ്ണിൻ്റെ പോട്ടുകളാണ് കേട്ടോ. പോട്ടൊക്കെ വെച്ചിട്ട് ഇതിൽ വെച്ചിരിക്കുന്നത് മണി പ്ലാന്റ് ആണ്. മണി പ്ലാന്റ്, പിന്നെ ഇതൊരു ഫാൻസി ബീവിയാണ്. ഇത് നമ്മുടെ ഒരു ഫിലോഡോൺട്രോൺ പ്ലാന്റ്. പിന്നെ അത് ഈ ഇരിക്കുന്നത് ഒരു ബേർലി മാക്സ് ആണ് കേട്ടോ. പിന്നെ ഈ സൈഡിന് വെച്ചിട്ടുള്ളത് ഇത് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞ ഫിലോഡോൺട്രോൺ പ്ലാന്റ് ആണ്. ഇത് മഞ്ജുള പോട്ടോസ്, ഇത് സ്പൈഡർ പ്ലാന്റ്. ഞാൻ മുമ്പും കോഴിക്കാർപ്പിനെ കൊണ്ടുവന്ന സമയത്തൊരു ഫിൽറ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷേ ഫ്രിഡ്ജ് ബോക്സിലായിരുന്നു ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്ന ഒരു പമ്പാണിത് ഇപ്പോഴും ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ആ പമ്പ് തന്നെയാണ് ഞാൻ ഇപ്പോഴും യൂസ് ചെയ്യുന്നത്. ഇത് ഞാൻ അന്ന് വാങ്ങിയത് 800 രൂപയ്ക്കാണ് കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കണക്ട് ചെയ്തിരിക്കുന്ന ഓസാണിത്. നിങ്ങൾക്ക് കാണാം, ആ ഗ്രീൻ കളർ നമ്മുടെ നോർമലായിട്ടുള്ള പൈപ്പിൽ നിന്നൊക്കെ നമ്മൾ വെള്ളം പിടിക്കുന്ന ഓസാണ് കൊടുത്തിട്ടുള്ളത്. അതെ, ഈ ബാക്ക് സൈഡിലൂടെയാണ് ഈ ഒരു കലത്തിനുള്ളിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് വലിയ നമ്മുടെ വീട്ടിലുണ്ടെങ്കിൽ അത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്കതിന് ചെറിയൊരു പൈസ മാത്രമേ ആകുള്ളൂ. പിന്നെ വന്നിട്ടുള്ളതെന്ന് പറയുന്നത് സിമൻറ്റാണ് വാങ്ങുന്നത്.
വാങ്ങിക്കേണ്ടി വന്നത്. അതൊരു 100 രൂപയുടെ സിമൻറ്റാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. പിന്നെ ഈ കല്ലുകളൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ കടലിൻ്റെ സൈഡിൽ നിന്ന് എടുത്തിട്ട് വന്ന കല്ലുകളാണ്. പിന്നെ ഇഷ്ടികയും നമുക്ക് വീട്ടിലുണ്ടെങ്കിൽ നമുക്കത് എടുക്കാം. അതില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അധികം പൈസയൊന്നും ആകില്ല. അല്ലെങ്കിൽ നമുക്ക് ഏതെങ്കിലും ഒരു ഐഡിയ വെച്ചിട്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഇതൊക്കെയെന്ന് പറയുന്നത് നമ്മുടെ വീട്ടിൽ തന്നെയുള്ള ചെടികളാണ്. നിങ്ങൾക്ക് ഒരുപാട് പേർക്കും അറിയാം, ഇതാണ് നമ്മുടെ ഒരു ചെറിയൊരു ഗാർഡനാണ്. അപ്പോൾ ഇവിടെ തന്നെ ഉള്ള ആ ഒരു പ്ലാന്റും കാര്യങ്ങളൊക്കെ വെച്ച് തന്നെയാണ് ഞാൻ സെറ്റ് ചെയ്തിട്ടുള്ളത്. വളരെ വളരെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയിലാണ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഇതെന്ന് പറയുന്നത് പണ്ട് നമ്മൾ വീട്ടിൽ ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ട് ചായ കപ്പായിട്ട് വാങ്ങിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അത് കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും അത് ഫുള്ള് വെള്ളം ഒരുപാട് പിടിക്കാൻ തുടങ്ങി. അപ്പോൾ അങ്ങനെ ഞാൻ അതെടുത്ത് മാറ്റിയിട്ട് അതിനകത്ത് സ്പൈഡർ പ്ലാന്റൊക്കെ വെച്ച് സെറ്റ് ചെയ്തു. അങ്ങനെയൊക്കെ നമുക്ക് ഓരോ രീതിയിലൊക്കെ സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. കൂടുതലായിട്ടും മണി പ്ലാന്റ്, ഇത് ടെംപ്റ്റേഷൻ എന്ന് പറഞ്ഞൊരു പ്ലാന്റാണ് കേട്ടോ, ഫിലോഡെൻഡ്രോൺ ആണ്. അപ്പോൾ ഇതൊക്കെയെന്ന് പറയുന്നത് നല്ല രീതിയിൽ വെള്ളം കിട്ടത്തക്ക രീതിയിൽ ഇരുന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് വളരുന്ന ചെടികളാണ്. അപ്പോൾ അതൊക്കെയാണ് ഞാനിവിടെ വെച്ചിട്ടുള്ളത്. പിന്നെ ഇത് ഒരു കലം എനിക്ക് വീട്ടിലുണ്ടായിരുന്നത് കൊണ്ട് എനിക്കത് വാങ്ങാനായിട്ട് ചിലവ് വന്നില്ല. പക്ഷേ എന്നാലും എനിക്ക് തോന്നുന്നു ഒരു 50 രൂപയിൽ താഴെ മാത്രമേ ഈ ഒരു കലത്തിന് ചിലവ് വരുള്ളൂ വാങ്ങിക്കാനായിട്ട്. പിന്നെ ഞാൻ സിമൻറ്റ് കൊണ്ട് അന്ന് ഒരു 2-3 വർഷത്തിന് മുന്നെയാണ് ഈ ഒരു വക്ക് ശരിയാക്കിയത് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ ഞാൻ സ്പോഞ്ച് വെച്ചിട്ടുണ്ട് കേട്ടോ, ഫിൽട്രേഷൻ്റെ സ്പോഞ്ച് വെച്ചിട്ടുണ്ട്. അതിന് ഒരു 120 രൂപയാണ് ചിലവ് ആവുന്നത്. അത് ഈ സൈഡിൽ കൂടെ നിങ്ങൾക്ക് കാണാം. അതിൻ്റെ ഉള്ളിൽ ഞാൻ കണ്ടോ വൈറ്റ് കളറ് കണ്ടോ, ഈ ഹോളിൽ കൂടെ നോക്കിയാൽ കാണാം, വൈറ്റ് കളറാണ്, ഫിൽട്രേഷൻ സ്പോഞ്ചാണ്. അത് നമുക്ക് അക്വേറിയത്തിൽ വാങ്ങിക്കാൻ കിട്ടും, അത് വെച്ചിട്ടുണ്ട്. പിന്നെ വെള്ളം, അത് നമ്മുടെ വീട്ടിൽ എന്തായാലും ഉള്ള സാധനമാണല്ലോ. അപ്പോൾ ഇത്രയുമാണ് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. ഏകദേശം ഒരു 1000 രൂപയിൽ താഴെ മാത്രമാണ് ഈ ഒരു ഫിൽറ്റർ ഇത്രയും സെറ്റ് ചെയ്യാനായിട്ട് എനിക്ക് ചിലവ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് എല്ലാവർക്കും, അതായത് ഫിഷൊക്കെ വളർത്തുന്ന ഭയങ്കര ഹോബീസ്റ്റ് ആയിട്ടുള്ളവർക്കൊക്കെ ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ കമൻസൊക്കെ ആയിട്ട് ഇടുക. അപ്പോൾ നമ്മുടെ ഈ ഒരു ടാങ്കിൽ ഞാനിന്ന് വെള്ളമൊക്കെ നിറച്ചു. സിമൻറ്റിൻ്റെ ആ ഒരു കംപ്ലീറ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പോയിട്ടുണ്ട്. ഇത്തിരി മാറിയില്ല മോനെ. അപ്പോൾ ഇവിടെ സൈഡിനൊക്കെ ചെറിയ ലീക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം ഞാൻ ഫില്ല് ചെയ്തിട്ടുണ്ട്. എല്ലാം സിമൻറ്റ് വെച്ച് ഫില്ല് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ പ്ലാന്റ്സ് ഒക്കെ വെച്ച് ഈ ഒരു രീതിയിലാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യാൻ പോകുന്നത് കോയി ഫിഷിനെയാണ്. നമ്മുടെ ചാനൽ ഒരുപാട് പേര് കാണുകയും ഒരുപാട് പേര് സെർച്ച് ചെയ്ത് വരികയും ചെയ്യുന്ന ഒരു വീഡിയോ നമ്മുടെ കോയി ഫിഷിൻ്റെയാണ്. അപ്പോൾ കോയി ഫിഷിനെയാണ് ഞാൻ ഈ ഒരു ടാങ്കിലേക്ക് കൊണ്ടുവരാൻ പോകുന്നത്. ജാപ്പനീസ് കോയി ഫിഷിനെയാണ് ഞാൻ കൊണ്ടുവരുന്നത്. അപ്പോൾ ഇന്നിപ്പോൾ 2 ഫിഷ് വരുന്നുണ്ട്. അപ്പോൾ അതിനെ റിസീവ് ചെയ്യുന്നതും അതിൻ്റെ ബാക്കി വീഡിയോസും കാര്യങ്ങളും എല്ലാം നമ്മൾ ചാനലിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ചാനൽ ഫോളോ ചെയ്ത് അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ഞാൻ എന്നും നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജുണ്ട്, അതിൻ്റെ പേജിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൽ ഞാൻ ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ കയറി നിങ്ങൾക്ക് എല്ലാ അപ്ഡേറ്റ്സും കാണാവുന്നതാണ്. അപ്പോൾ നമ്മുടെ ഈ ഒരു ഫിൽട്ടർ സിസ്റ്റം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും നിങ്ങളുടെ കമൻസൊക്കെ ഒന്ന് ഇടുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി ഇതിൻ്റെ ബാക്കി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ ബൈ.